ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ. അദ്ദേഹം മികച്ച ഒരു പത്രപ്രവർത്തകനാണ്, നല്ലൊരു എഡിറ്ററാണ്. ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരുപോലെ എഴുതാൻ കഴിവുള്ള അതിസമർത്ഥനായ ഈ വ്യക്തി യാദൃച്ഛികമായിട്ടാണ് കേരള രാഷ്ട്രീയത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. എറണാകുളം നിയോജക മണ്ഡലം, അത് പാർലമെൻറ്റിലും അസംബ്ലിയിലും മത്സരിച്ച് ഇടതുപക്ഷ സഹയാത്രികനായി നിന്ന് മത്സരിച്ച് ജയിച്ച ഒരു വ്യക്തി. ഏറ്റവും കൗതുകരമായി എറണാകുളം കോൺഗ്രസ്സുകാരുടെ കുത്തകയാണ്. ആ കുത്തക മണ്ഡലത്തിൽ പ്രശസ്തനായ ആൻ്റണി ഐസക് എന്ന അധ്യാപകരെയാണ് അദ്ദേഹം തോൽപ്പിച്ചത്. ആ വിശേഷങ്ങളാണ് ഈ എപ്പിസോഡിൽ ഞങ്ങൾ വിവരിക്കുന്നത്. ഞാൻ കോർപ്പറേഷനിലേക്ക് 2 പ്രാവശ്യം, നിയമസഭയിലേക്ക് 4 പ്രാവശ്യം, ലോക്സഭയിലേക്ക് 4 പ്രാവശ്യം, അങ്ങനെ 4, 4, 8, 2, 10 തെരഞ്ഞെടുപ്പിനെ നേരിട്ട ആളാണ്. ആദ്യമായി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുന്നത് ഒരു പാർട്ടി സ്പോൺസർ ചെയ്ത സ്ഥാനാർത്ഥി നിലയ്ക്കായിരുന്നില്ല. അത് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ വാസ്തവത്തിൽ LDF അല്ലെങ്കിൽ CPM നേരിട്ട് മത്സരിക്കാത്ത ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. അന്ന് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം സ്ഥാനാർത്ഥിയായി. എനിക്കൊരു ജനതാ പാർട്ടി പശ്ചാത്തലം അന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ജനതാ പാർട്ടിയുടെ ഒരു പിന്തുണ, പ്രവർത്തകരുടെ സഹായം, അതൊക്കെ ആയിട്ടാണ് ആദ്യ തെരഞ്ഞെടുപ്പ്. പക്ഷേ ആദ്യ തെരഞ്ഞെടുപ്പ് ഞാൻ വിജയിച്ചില്ല. അത് തോമസ് മലമേൽ എന്ന മറ്റൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് അന്ന് ജയിച്ചത്. 2ാം വട്ടം ഞാൻ LDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു കോർപ്പറേഷനിലേക്ക്. അന്ന് ഡൊമിനിക് പ്രസന്റേഷനായിരുന്നു എതിർ സ്ഥാനാർത്ഥി. UDF അദ്ദേഹമാണ് ജയിച്ചത്. അങ്ങനെ കോർപ്പറേഷനിലേക്കുള്ള 2 മത്സരത്തിലും ഞാൻ പരാജയപ്പെട്ടു. പിന്നീട് ഞാനിങ്ങനെ അഭിഭാഷക വൃത്തിയും പത്രപ്രവർത്തനവും ഒക്കെയായി നടക്കുന്ന കാലത്താണ് 1997 യാദൃശ്ചികമായി ഒരു ഉപതെരഞ്ഞെടുപ്പ് ലോക്സഭയിലേക്ക് ഉണ്ടായത്. 1996 ജയിച്ച LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജയിച്ച സേവ്യർ അറക്കലിന്റെ മരണം, അതിനെ തുടർന്നായിരുന്നു ആ തെരഞ്ഞെടുപ്പ്. അന്ന് CPMന് പ്രത്യേകിച്ചൊരു സ്ഥാനാർത്ഥി ഇവിടെ ഉണ്ടായിരുന്നില്ല. CPM ഒരു സ്വീകാര്യനായ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ അന്വേഷിക്കുന്ന സമയമായിരുന്നു. അതുകൊണ്ടായിരിക്കും അവരുടെ ദൃഷ്ടിയിൽ, പ്രത്യേകിച്ച് അന്ന് ജില്ലാ സെക്രട്ടറി ആയിരുന്ന AP വർക്കിയുടെ ദൃഷ്ടിയിൽ ഞാൻ പെടുകയും അദ്ദേഹമാണ് മുൻകൈയെടുത്ത് എന്നെ ഇവിടെ സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചത്. അതിന് MM ലോറൻസ്, KN രവീന്ദ്രനാഥ്, ബാലാനന്ദൻ തുടങ്ങിയവരുടെ പിന്തുണയും അന്നുണ്ടായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ വളരെ കരുത്തുള്ള ഒരു സ്ഥാനാർത്ഥിയായിരുന്നു എതിർഭാഗത്തുണ്ടായിരുന്നത് പ്രൊഫസർ ആന്റണി ഐസക്. എന്ന് ഇവിടുത്തെ പ്രബല സമുദായമായ ലത്തീൻ കത്തോലിക്ക സമുദായത്തിന്റെ നേതാവായിരുന്നു. കളമശ്ശേരി സെയിന്റ് പോൾസ് കോളേജിൽ പ്രിൻസിപ്പലായിരുന്നു. പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗമായിരുന്നു. സ്വന്തം നിലയ്ക്ക് അദ്ദേഹം ഒരു നല്ല രാഷ്ട്രീയ പശ്ചാത്തലം, മത്തായി ബജലാന്റെ KSPയിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള പരിചയം, എല്ലാം ചേർന്ന് എറണാകുളത്തിന് ഏറ്റവും അനുയോജ്യനായ സ്ഥാനാർത്ഥിയായിരുന്നു ആന്റണി ഐസക്. അദ്ദേഹം ജയിക്കേണ്ടതുമായിരുന്നു. പക്ഷെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ചില യാദൃശ്ചികതകളുടെ സമാഹാരമാണ്. യാദൃശ്ചികമായി പലതും സംഭവിക്കും. പലതിനും നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥം ആയിരിക്കില്ല വോട്ടർമാർ നൽകുന്നത്. അതൊക്കെ അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഏതായാലും പ്രചരണം ആരംഭിച്ചപ്പോൾ ട്രെൻഡ് ആദ്യം മുതലേ എനിക്ക് അനുകൂലമായി. ആന്റണി ഐസക് നല്ല ഉറച്ച ശരീരമുള്ള ആളായിരുന്നു. അദ്ദേഹത്തിന്റെ പോസ്റ്ററിലെ ആ ചിത്രം പോലും അദ്ദേഹത്തിന് എതിരായി പ്രയോഗിക്കുന്നതിന് എൻ്റെ പ്രവർത്തകർക്ക്, പ്രത്യേകിച്ച് CPM പ്രവർത്തകർക്കും കഴിഞ്ഞു. അത് മുന്നോട്ട് പോയി. പോളിംഗ് കഴിഞ്ഞപ്പോൾ, അന്ന് മൊബൈൽ ഫോണും ലാപ്ടോപ്പും ഒന്നുമില്ലാത്ത കാലമാണ്. പോളിംഗ് കഴിഞ്ഞപ്പോൾ പാർട്ടി സെക്രട്ടറി AP വർക്കിച്ചാട്ടൻ അദ്ദേഹത്തിൻ്റെതായ ചില മനക്കണക്കുകൾ കൂട്ടിയതിന് ശേഷം എന്നോട് പറഞ്ഞു, ജയിക്കും, 10,000 വോട്ടിന് ജയിക്കും എന്ന്, 10,000 താഴെ വോട്ടിന് ജയിക്കും എന്ന് പറഞ്ഞു.
എണ്ണിയപ്പോൾ ഞാൻ 8693 വോട്ടിന് 9000-ൽ താഴെ ജയിക്കുകയും ചെയ്തു. എന്നെ സംബന്ധിച്ച് അതിനു മുൻപ് കോർപ്പറേഷനിലേക്ക് നടന്ന 2 പരാജയങ്ങൾക്ക് ശേഷം ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു രീതിയിൽ അവസ്ഥയിൽ കിട്ടിയ ഒരു വിജയമായിരുന്നു അത്. അതിനൊരു ഒരു ഒരു അസ്വാഭാവികതയുള്ളത് മണ്ഡലം എറണാകുളമാണ് എന്നുള്ളതാണ്. ഇവിടെ 1967 CPM ടിക്കറ്റിൽ ചിഹ്നത്തിൽ മത്സരിച്ച് വി വിശ്വനാഥ മേനോൻ ജയിച്ചിട്ടുണ്ട്. കാരണം അന്നത്തെ ചില രാഷ്ട്രീയ സാഹചര്യങ്ങളും അതിന് കാരണമായിട്ടുണ്ട്. സേവ്യർ അറയ്ക്കൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സൈക്കിൾ ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് 1 വർഷം പോലും തയ്ക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷമാണ് ഞാൻ കാർ അടയാളത്തിൽ, കാർ ചിഹ്നത്തിൽ, എൻ്റെ ചിഹ്നം പോലും വന്ന് വലിയ കൗതുകമായിരുന്നു. കുട്ടികളൊക്കെ അതിനെ ഏറ്റെടുത്തു, മത്സരിച്ചു. സാമാന്യം തൃപ്തികരമായ രീതിയിലുള്ള വിജയം എറണാകുളത്ത് ഉണ്ടാവുകയും ചെയ്തു. പിന്നീട് നിയമസഭയിലെ ഇലക്ഷനിൽ നിന്നപ്പോൾ താങ്കൾ വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി, ലിനോ ജയിക്കപ്പെടുക. അന്നും ഒരു വിജയപ്രതീക്ഷ എത്രത്തോളമായിരുന്നു അന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ? ഞാൻ ജയിച്ചു ചെല്ലുമ്പോൾ ആ ലോക്സഭയുടെ കാലാവധി വീണ്ടും ഒരു 4 വർഷം കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ചില പ്രത്യേക രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഗവൺമെന്റിനുള്ള പിന്തുണ കോൺഗ്രസ് പിൻവലിച്ചു. സീതാറാം കേസരി ഒക്കെയായിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ. അങ്ങനെ പിന്തുണ പിൻവലിച്ചു. IK ഗുജറാൾ ആയിരുന്നു പ്രധാനമന്ത്രി. അദ്ദേഹം രാജിവെച്ചു. 4 മാസം ആണ് എനിക്ക് MP ആയിരിക്കാൻ കഴിഞ്ഞത്. അത് വലിയൊരു നിരാശയ്ക്ക് കാരണമായി. പക്ഷെ 4-ാം മാസം ഉപതെരഞ്ഞെടുപ്പ് വരികയാണ്. 6 മാസം മുമ്പായപ്പോൾ ഉപതെരഞ്ഞെടുപ്പ്. ആ ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റ് തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് അവരുടെ ഒരു കരുത്തനായ, അല്ലെങ്കിൽ വോട്ട് പിടിക്കാൻ സാമർഥ്യമുള്ള ഒരു നേതാവിനെ രംഗത്തിറക്കി. അതാണ് ജോർജ് ഈഡൻ. അന്ന് MLA ആയിരുന്നു. ഇദ്ദേഹം ജയിച്ചു. ഇദ്ദേഹം ജയിച്ചപ്പോൾ MLA സ്ഥാനം രാജിവെച്ചു. ഒരു ഒഴിവ്, നിയമസഭയിലേക്ക് ഒരു ഒഴിവ് വന്നു. ആ ഒഴിവിലേക്ക് ജോർജ് ഈഡനോട് പരാജയപ്പെട്ട എന്നെയാണ് CPM സ്ഥാനാർത്ഥിയാക്കിയത്. ആദ്യത്തെ പോലെ തന്നെ വീണ്ടും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കാർ അടയാളത്തിൽ ഞാൻ മത്സരിച്ചു. ഒരു പാഠപുസ്തകം ആക്കാവുന്ന രീതിയിലുള്ള അതിസമർത്ഥവും കേന്ദ്രീകൃതവുമായ പ്രചാരണമാണ് അന്ന് പാർട്ടി ഇവിടെ നടത്തിയത്. കേരളത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും പ്രവർത്തകർ ഇവിടെ ഇറങ്ങി. മന്ത്രിമാർ, ഇന്ന് LDFന്റെ ഭരണം കേരളത്തിലുള്ളതാണ്. മന്ത്രിമാരും എല്ലാവരും, പ്രധാനപ്പെട്ട നേതാക്കന്മാരും. അതുകൊണ്ട് എറണാകുളം എന്ന് പറയുന്നത് കോൺഗ്രസ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചൊരു ബാലികേറാമലയാണ്. ജയമത്ര എളുപ്പമല്ല. നിയമസഭയിലേക്ക് അതിനു മുൻപ് പാർട്ടിക്ക് ആകെ ഉണ്ടായിട്ടുള്ള ജയം 1987 സാനു മാസ്റ്ററുടെ ജയമാണ്, സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ. പക്ഷെ ആ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ഞാൻ ജയിക്കുകയും ചെയ്തു. ഞാൻ ജയിച്ച് നിയമസഭയിൽ ചെല്ലുമ്പോൾ അന്ന് നയനാർ ആണ് മുഖ്യമന്ത്രി. ആ നിയമസഭയ്ക്ക് പിന്നെ 3 വർഷത്തെ കാലാവധി കൂടിയും അവശേഷിക്കുന്നുണ്ടായിരുന്നു. ആ 3 വർഷം ഞാൻ MLA ആയിരുന്നു. അതിന് ശേഷം ആണ് ഒരു ചെറിയ ഗ്യാപ്പ്, 2 വർഷം. അതിനുശേഷം അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരും, ഉപതെരഞ്ഞെടുപ്പ് വരുന്നു. അതൊരു ദുഃഖകരമായ സാഹചര്യമാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ആദ്യത്തെ ഉപതെരഞ്ഞെടുപ്പിൽ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത് സേവ്യർ അറയ്ക്കലിന്റെ മരണത്തെ തുടർന്നുണ്ടായ ഒഴിവിലാണ്. വീണ്ടും മത്സരിക്കാൻ അവസരം കിട്ടിയത് ജോർജ് ഈഡന്റെ മരണം, അതിന് ശേഷം ഉണ്ടായ ഒഴിവിലേക്കാണ്. പക്ഷെ ആ ഉപതെരഞ്ഞെടുപ്പിൽ വളരെ ശക്തനായ സ്ഥാനാർത്ഥിയായിരുന്ന ആന്റണി സെക്കൻഡ് കാര്യം പറഞ്ഞതുപോലെ തന്നെ ആലുവ മുനിസിപ്പൽ ചെയർമാൻ ഒക്കെ ആയിട്ടുള്ള, ഇപ്പോഴും സജീവമായ രാഷ്ട്രീയ രംഗത്തുള്ള MO ജോൺ ആയിരുന്നു. MO ജോൺ തോക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ തോറ്റു. ഞാൻ ജയിച്ചു. ഞാൻ വീണ്ടും MP ആയി. അത് ഒരു 6 മാസം മാത്രമേ നിലനിന്നുള്ളൂ. വാജ്പേയി ആയിരുന്നു പ്രധാനമന്ത്രി. അദ്ദേഹം കുറച്ച് നേരത്തെ
ലോക്സഭ പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പ് നടത്തി. അങ്ങനെ 2004 അടുത്ത പൊതു തെരഞ്ഞെടുപ്പിനുള്ള കളമൊരുങ്ങി. അവിടെയും ഞാൻ തന്നെ സ്ഥാനാർത്ഥിയായി. പാർട്ടി എന്നെയാണ് സ്ഥാനാർത്ഥിയാക്കിയത്, എന്നെ ഉപേക്ഷിച്ചില്ല. 2004 പൊതു തെരഞ്ഞെടുപ്പ് പൊതുവെ കേരളത്തിൽ ഇടതുപക്ഷത്തിനും CPM-നും അനുകൂലമായ ഒരവസ്ഥയായിരുന്നു. അവിടെ ഞാൻ തന്നെ ഇവിടെ ജയിച്ചു, നല്ല നിലയിൽ ജയിച്ചു. 70,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഞാൻ ജയിച്ചത്. അത് 2009 കാലാവധി 5 വർഷം പൂർത്തിയാക്കി. വീണ്ടും മത്സരിക്കുന്നതിനുള്ള അവസരം പാർട്ടി തന്നില്ല. ഞാൻ പിന്നീട് 1-2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തൃക്കാക്കരയിൽ നിന്ന് മത്സരിച്ചതല്ലാതെ പിന്നീട് ഒരു തെരഞ്ഞെടുപ്പ് ലോക്സഭയിലേക്ക് ഉണ്ടായില്ല, മറ്റു തെരഞ്ഞെടുപ്പുകളും ഉണ്ടായിട്ടില്ല. ഈ 2003 ലോക്സഭ ബൈ ഇലക്ഷനിൽ സാറ് ജയിച്ചപ്പോൾ അന്ന് കരുണാകരൻ ഒരു വലിയ ഫാക്ടറായിട്ടൊക്കെ മാറിയ ഒരു അദ്ദേഹത്തിന്റെ ഒരു കമന്റ് പറഞ്ഞല്ലോ, എല്ലാവരും ടി വി കാണും. അത് സാറിന്റെ വിജയത്തിലേക്ക് അത് ഘടകമായി മാറിയതായിട്ട് തോന്നിയിട്ടുണ്ടോ? അല്ല, നമ്മൾ ജയിച്ചു കഴിയുമ്പോൾ ഏതൊക്കെയായിരുന്നു അതിന്റെ സഹായകമായ ഘടകങ്ങളെന്ന് തിരിച്ചു പറയാൻ കഴിയും, വേർതിരിച്ചു പറയാൻ കഴിയില്ല. പലതും പല സാഹചര്യങ്ങളും ഒത്തുവരും. 2003 ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് കരുണാകരനുമായി എനിക്ക് വ്യക്തിപരമായ ഒരു പരിചയമില്ല. LDF-ഉം കരുണാകരനുമായിട്ടൊരു ധാരണ ഉണ്ടായിട്ടുമില്ല. പക്ഷെ അന്നത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തേണ്ടത് കരുണാകരന്റെ രാഷ്ട്രീയമായ ആവശ്യമായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം അരയും പരയും മുറുകി കച്ചുകെട്ടി ഇറങ്ങി. കരുണാകരനോടൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകർ, ഇപ്പോൾ ഓർമ്മിക്കുന്നു ശോഭന ജോർജ്, അങ്ങനെയൊക്കെയുള്ള ആളുകൾ, അവരൊക്കെ ഇവിടെ വന്ന് എനിക്ക് വേണ്ടി എന്ന് ഞാൻ പറയില്ല, കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ പ്രവർത്തിച്ച അവസ്ഥയുണ്ടായി. അത് അവരുടെ രാഷ്ട്രീയമാണ്. അതിന് സഹായകമായ രീതിയിൽ എല്ലാവരും ടെലിവിഷനെ സഹായിക്കണം എന്നൊക്കെയുള്ള ഒരു അന്യന്തരേണ ഒരു ആഹ്വാനം പോലും നടത്തുകയുണ്ടായി. പക്ഷെ ജയിച്ചു. ആ ജയം 6 മാസം കഴിഞ്ഞപ്പോഴാണ് പൊതു തെരഞ്ഞെടുപ്പ് 2004. ആ പൊതു തെരഞ്ഞെടുപ്പിൽ കരുണാകരൻ അദ്ദേഹത്തിന്റെ സ്വന്തം സ്ഥാനാർത്ഥി കൊച്ചിയിലെ അന്നത്തെ ബിഷപ്പ് ജോൺ തട്ടങ്കലുമായി ആലോചിച്ച്, തട്ടങ്കലാണ് ആ പേര് കൊടുത്തത്, കരുണാകരൻ അത് സ്വീകരിച്ചു. അങ്ങനെ സ്വന്തം സ്ഥാനാർത്ഥിയായി പ്രൊഫസർ എഡ്വേർഡ് എണ്ണയെഴുത്തിനെ അവതരിപ്പിച്ചു. ആ സ്ഥാനാർത്ഥിക്കാണ് ഞാൻ 70,000 വോട്ടിന് ജയിച്ചത്. കരുണാകരൻ സഹായിച്ചു എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പിൽ 23,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു MI1-നെതിരെ. അപ്പൊ ആരാണ് സഹായിച്ചത്, ആരുടെ സഹായമാണ് ഫലിച്ചത് എന്നൊന്നും പറയാൻ കഴിയില്ല. കരുണാകരന്റെ സഹായം കൊണ്ടാണ് 2003 ജയിച്ചതെങ്കിൽ 2004 ആ സഹായം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, കരുണാകരന്റെ സ്വന്തം സ്ഥാനാർത്ഥി പ്രൊഫസർ എഴുത്ത്, അദ്ദേഹത്തിന് അതിന്റെ വലിയൊരു വിജയം എനിക്കുണ്ടാക്കാൻ കഴിയും. പക്ഷെ ഞാനൊന്നും തള്ളിപ്പറയുന്നില്ല. നമ്മളെ സഹായിക്കാൻ ഒരു വോട്ട് ആരെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു വോട്ടിനോട് നമുക്ക് നന്ദി ഉണ്ടാവണം. ഞാനൊന്നും തള്ളിപ്പറയുന്നില്ല. പക്ഷെ അന്നത്തെ ഒരു കലുഷമായ രാഷ്ട്രീയ അന്തരീക്ഷം, അത് ഒന്നും ഒരിടത്ത് ഉറപ്പിക്കാൻ കഴിയാത്തത്. AK ആന്റണി ആണെങ്കിൽ മാറാടിന് ശേഷം അദ്ദേഹം ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു. അപ്പൊ ആ ബൈ ഇലക്ഷൻ 2003 ബൈ ഇലക്ഷൻ കോൺഗ്രസ് ജയിക്കേണ്ടത് ആന്റണി മുഖ്യമന്ത്രിയാണ്. അത് ആവശ്യമായിരുന്നു. അദ്ദേഹം എറണാകുളത്ത് വന്ന് ഗസ്റ്റ് ഹൗസിൽ ഒരാഴ്ചയുമായിട്ട് ക്യാമ്പ് ചെയ്ത് പ്രവർത്തനം നടത്തിയത്. എന്നിട്ട് സ്വന്തം സ്ഥാനാർത്ഥി ജയിപ്പിക്കാൻ പറ്റിയില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ ഏതെല്ലാം ഘടകങ്ങൾ ഒത്തുവരുന്നു എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ചില ഘടകങ്ങളൊക്കെ ഒത്തുവരും, നമ്മൾ അറിഞ്ഞും അറിയാതെയും ഒക്കെ നമുക്ക് സഹായകമായ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യും. 97 ഇലക്ഷനിലെ ബൈ ഇലക്ഷനിൽ ആദ്യമായിട്ട് പാർലമെന്റ് ഇലക്ഷനിലേക്ക് മത്സരിച്ചത് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഇറങ്ങിയപ്പോൾ ആദ്യത്തെ ഒരു പ്രതികരണം
ഈ ജനങ്ങളിൽ നിന്നുള്ള പ്രതികരണം ആശാവഹമായിരുന്നു. ജനങ്ങളിൽ നിന്നുള്ള പ്രതികരണം കുഴപ്പമൊന്നുമില്ലായിരുന്നു. അവരെ സംബന്ധിച്ച് ഞാൻ വളരെ പ്രശസ്തനല്ലെങ്കിലും ഒരു പരിമിതമായ തോതിൽ ഈ മേഖലയിൽ അറിയപ്പെടുന്ന ആളായിരുന്നു. കാരണം എനിക്ക് രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടായിരുന്നു. VP സിംഗിന്റെ കാലത്ത് അദ്ദേഹത്തിന് ഇവിടെ ഒരു വലിയ സ്വീകരണം നൽകുകയുണ്ടായി. SNDP ഒക്കെ ചേർന്നുള്ള സംവരണ സമുദായ മുന്നണി, അതിന്റെ എറണാകുളം ജില്ലാ പ്രസിഡന്റ് ഞാനായിരുന്നു ഓർഗനൈസ് ചെയ്യുന്നത്. വലിയ സ്വീകരണമായിരുന്നു. 10 ലക്ഷം പേരെ അണിനിരത്തിയുള്ള MK രാഘവനും KK വിശ്വനാഥനും ഒക്കെ ഉള്ള സമയത്ത്. പിന്നീടും ആ മേഖലയിലുള്ള പ്രവർത്തനം അങ്ങനെ നടന്നിരുന്നു. ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഞാൻ ഇടപെട്ടിരുന്നു. വക്കീലെന്ന നിലയ്ക്കും ചില കേസുകളിലൊക്കെ എനിക്ക് വലിയ പ്രശസ്തി, പ്രത്യേകിച്ച് ടോംസിന്റെ ബോബനും മോളിയും കേസിലൊക്കെ വളരെ പിന്നീട് പ്രശസ്തി, അങ്ങനെ കുറെ പരിമിതമായ തോതിൽ അറിയപ്പെടുന്ന ആൾ തന്നെയായിരുന്നു. അതുകൊണ്ട് വോട്ടർമാരുടെ ഇടയിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അവർ വളരെ കൗതുകത്തോടെ എന്നെ സ്വീകരിക്കുകയും ചെയ്തു. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതൊരു കുറ്റാരോപണം നിലയ്ക്ക് നടത്തുന്നതല്ല. പാർട്ടിയിലെ ചിലർക്ക് ഫലം കൊണ്ട് പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. സ്വാഭാവികമായി എപ്പോഴും ഉണ്ടാകുന്നതാണ്. ഇയാൾ മതിയോ സ്ഥാനാർത്ഥി എന്നൊരു തോന്നല് ഉണ്ടാവുമല്ലോ. അതിനപ്പുറത്തൊരു പ്രയാസങ്ങളൊന്നും അന്ന് എനിക്കുണ്ടായിരുന്നില്ല. പൊതുവെ സ്വീകരിക്കപ്പെട്ട സ്ഥാനാർത്ഥിയായിരുന്നു ഞാൻ. ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആയിട്ടുള്ള കാലമായിരുന്നു. സോഷ്യൽ മീഡിയ ഇല്ല. അപ്പോ പ്രചരണ രംഗത്ത് പുതുമകള് കൊണ്ടുവരാൻ എന്തെങ്കിലും, അല്ലെങ്കിൽ ഈ ജനങ്ങൾക്ക് കൂടുതൽ അവരിലേക്ക് എത്തപ്പെടാനായിട്ട് സ്വീകരിച്ച എന്തെങ്കിലും പ്രചരണ തന്ത്രങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു? അത് ഓർക്കുക. കൺവെൻഷനൽ ആയിട്ടുള്ള പ്രചരണ മാർഗങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ആദ്യഘട്ടം എന്ന് പറഞ്ഞാൽ ഭവന സന്ദർശനം, പിന്നീട് വാഹന പ്രചരണം, യാത്ര, ഈ സ്വീകരണങ്ങളിടങ്ങളിൽ പ്രസംഗിക്കുക, അതൊക്കെ ഉള്ളൂ. അത് സാധാരണയുള്ള കൺവെൻഷനലായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ പാർട്ടിയും ഞാനും ഒക്കെ ചേർന്ന് ഓരോ പ്രദേശത്തും സ്വീകരിക്കപ്പെടുന്ന കാര്യങ്ങൾ എന്താണോ, സ്വീകാര്യമാകുന്ന കാര്യം എന്താണോ, അത് തിരിച്ചറിഞ്ഞുള്ള ഒരു ഫോക്കസ് അതിൽ കൊടുത്തിരുന്നു. അപ്പോൾ മാറാട് പറയേണ്ട സ്ഥലത്ത് മാറാട് പറയും, അത് പറഞ്ഞാൽ ഏൽക്കാത്ത സ്ഥലത്ത് അത് പറയില്ല, വേറൊരു വിഷയം പറയും. അങ്ങനെയൊക്കെയുള്ള, അതല്ലാതെ വേറെ ഒന്നുമില്ല. പക്ഷെ പെട്ടെന്ന് ആ 2004 തെരഞ്ഞെടുപ്പിൽ മാറാടിന്റെ പശ്ചാത്തലമുള്ളതോടുകൂടിയായിരിക്കാം മുസ്ലിം വോട്ടർമാർക്ക് എന്നോട് വലിയ താല്പര്യം വന്നു. ആ താല്പര്യം വളരെ പ്രകടമായിരുന്നു. മട്ടാഞ്ചേരിയില് കൽവത്തി ഭാഗത്തുകൂടി ഈ വാഹന പ്രചാരണ യാത്ര പോകുമ്പോൾ വാഹനത്തിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ മുസ്ലിം കോൺസെൻട്രേഷൻ, സ്ത്രീകളും സാധാരണ അല്ലാതെ ഇറങ്ങി നിൽക്കാത്ത സ്ത്രീകളും യുവതികളും കുട്ടികളും ഒക്കെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് തെരുവിലേക്ക് തള്ളി ഇറങ്ങുന്ന ഒരവസ്ഥയുണ്ട്. വഴിയും ഒരുതരം ഒട്ടിപ്പിടിക്കുന്ന പ്ലാസ്റ്റിക് കടലാസൊക്കെ വിതറുമ്പോൾ ഇതിൽ അല്പം അസ്വസ്ഥത തന്നെ എനിക്ക് തോന്നി. അന്ന് എത്രയോ ദിവസങ്ങളായി വാഹനത്തിന്റെ കൂടെ നിൽക്കുന്നത്. അപ്പൊ വാഹനത്തിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്ന P. ശശി, ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി, അദ്ദേഹം എന്നോട് പറഞ്ഞൊരു വാചകം, സഹാവേ അസ്വസ്ഥത കാണിക്കരുത്, നമ്മൾ ജയിക്കാൻ പോവുകയാണെന്ന് ശശി പറയാൻ കാരണം, അന്നൊരു ശശിക്ക് പോലും പരിചയമില്ലാത്ത രീതിയിൽ ഇവിടെ മുസ്ലിം വോട്ടർമാരിൽ ഒരു ക്രിസ്ത്യാനിയായ എന്നെ കണ്ട് ആവേശം കൊള്ളുകയാണ്. അത് ഈ മണ്ഡലം മുഴുവനുണ്ടായി. പറവൂര് വെടിമറ സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ അവിടെ നിന്ന് മുസ്ലിങ്ങൾ വന്ന് മദനിയെ കുറിച്ച് സംസാരിക്കണം. അങ്ങനെ അപ്പോൾ ഓരോ സ്ഥലത്തും ജനങ്ങളുടെ ആവശ്യങ്ങൾ വ്യത്യസ്തമായിരുന്നു. അപ്പോൾ ഇതെല്ലാം ചേർന്ന് വരുമ്പോൾ പൊതുവെ അവർക്ക് സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥി LDF സ്ഥാനാർത്ഥിയായ ഞാനാണ് എന്നൊരു ബോധ്യം സ്പ്രെഡ് ചെയ്തു. അതിനെ ഫലപ്രദമായി തടുക്കാൻ എതിർ സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല,
അവർക്ക് ആഭ്യന്തരമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എല്ലാം ചേർന്നാണ് ഒരു ജയം ഉണ്ടാകുന്നത്. നമ്മൾ ഈ 10 മത്സരങ്ങളിൽ മത്സരിച്ച ഒരു വ്യക്തിയാണ്. അതിൽ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഫൈറ്റ് ആയിട്ട് ഏത് മത്സരമാണ് അനുഭവപ്പെട്ടത്, തോന്നിയത്? എനിക്ക് പൊതുവെ എല്ലാ തിരഞ്ഞെടുപ്പും ഞാൻ ലാഘവത്തോടെ കാണുന്ന ആളാണ്. ശാരീരികമായ അസ്വസ്ഥതയൊക്കെ ഉണ്ടാകുമെങ്കിലും അപ്പോൾ രാഷ്ട്രീയമായ ഒരു ബുദ്ധിമുട്ട്, ഇതൊരു വൈതരണിയാണ് എന്ന് തോന്നല് ഒരിടത്തും ഉണ്ടായിട്ടില്ല. പക്ഷെ ചില തിരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ നമ്മെ സഹായിക്കേണ്ടവർ നമ്മുടെ ഒപ്പം ഇല്ലെങ്കിൽ ബുദ്ധിമുട്ട് വരും. ഞാൻ എന്തെല്ലാം പറഞ്ഞാലും എനിക്ക് ഒറ്റയ്ക്ക് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയില്ല. എനിക്ക് അവസാനമായിട്ട് കിട്ടിയ അവസരം തൃക്കാക്കര മത്സരിക്കുക എന്നുള്ളതായിരുന്നു. തൃക്കാക്കരയിൽ ഞാൻ ജയിക്കും എന്നായിരുന്നു എൻ്റെ ധാരണ. എതിർ സ്ഥാനാർത്ഥി PT തോമസ് ആണ്. PT തോമസ് ഇടുക്കിയിൽ നിന്ന് നിഷ്കാസനം ചെയ്യപ്പെട്ട ഒരാളാണ്. ബിഷപ്പുമാർക്കും സമുദായത്തിനും ഈ സൂറ മലബാർ സഭയിൽപ്പെട്ട വോട്ടർമാർക്കുള്ള മണ്ഡലം. PT തോമസ് അനഭിമകനായിരുന്നു. പക്ഷെ എല്ലാ സാഹചര്യങ്ങളും നമ്മളിങ്ങനെ ഒത്തുകൂട്ടി കൊണ്ടുവരുമ്പോഴും നമ്മുടെ സ്വന്തം വോട്ട് നഷ്ടപ്പെട്ടാൽ ഇവിടെ 2003 MO ജോണിനും 2004 ഇടയെഴുത്തിനും ഒക്കെ സംഭവിച്ചതുപോലെ എൻ്റെ വോട്ട് അല്ലെങ്കിൽ എനിക്ക് കിട്ടേണ്ടിയിരുന്ന വോട്ട് അന്ന് എനിക്ക് കിട്ടിയില്ല എന്നുള്ളൊരു ചെറിയ പരിഭവം കലർന്ന വിലയിരുത്തൽ എനിക്കുണ്ട്. അതിന് സാഹചര്യങ്ങളൊക്കെ പലതും ഉണ്ടായിരുന്നു. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഞാൻ അതിലോട്ടൊന്നും പോയിട്ട് കാര്യമില്ല. പക്ഷെ ആ തൃക്കാക്കരയിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഞാൻ ജയിക്കും എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതൊരു ടഫ് കണ്ടസ്റ്റ് ആയിരുന്നു എന്ന് പറയാൻ കഴിയില്ല. എൻ്റെ കണക്ക് ഞാൻ കാണാതെ പോയ ചില അടിയൊഴുക്കുകൾ അന്ന് സംഭവിച്ചു എന്ന് മാത്രമേ. പിന്നീടും തൃക്കാക്കരയിൽ ഒരു തവണയെങ്കിലും മത്സരിക്കുകയുണ്ടായിരുന്നു. അന്നെന്താണ് സംഭവിച്ചത്? സംഭവിച്ചു നമ്മളിപ്പോ പറയുമ്പോൾ എല്ലാം ഒരു വില കുറഞ്ഞ കാര്യങ്ങളായിട്ടൊക്കെ പോകും. സാമുദായികമായ കരുതുണ്ടായത് പ്രത്യേകിച്ച് ഈഴവ വോട്ടിന്റെ ഒരു പരിപാടി ഒടുക്കൽ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ എല്ലാം ചേർത്ത് ഒറ്റ വാക്കിൽ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഞാൻ ജയിക്കണം എന്ന പാർട്ടിക്ക് എന്ന് വെച്ചാൽ എറണാകുളത്തെ പാർട്ടിക്ക് താല്പര്യമില്ലായിരുന്നു. താല്പര്യം ഉണ്ടെങ്കിൽ ജയിപ്പിക്കും. മറ്റെല്ലാ തെരഞ്ഞെടുപ്പിലും ആ താല്പര്യം പാർട്ടിക്കുണ്ടായിരുന്നു. അങ്ങനെ അവർ ജയിപ്പിച്ചു തരും. പല കാരണങ്ങളും ഉണ്ടാകും. വ്യക്തിപരമായ നിരാശകൾ. അവിടെ ആ സീറ്റിന് വേണ്ടി പറഞ്ഞ എറണാകുളത്തെ തലമുതിർന്ന പല നേതാക്കന്മാരും ശ്രമിച്ചതാണ്. അത് കിട്ടാതെ പോയതാണ്. അതിൻ്റെതായിട്ടുള്ള മനുഷ്യരാണല്ലോ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ചില ഉൾവലിവുകളൊക്കെ അതിൻ്റെ പേരിലുണ്ടായി. പക്ഷെ എനിക്ക് നിരാശ, അതിലൊന്നും എനിക്ക് നിരാശയില്ല. എനിക്ക് നിരാശ അതിനൊരു പരിഭവമുള്ളത് 2009 എനിക്ക് അവസരം കൂടി തരാമായിരുന്നു. ഇത് തന്നിരുന്നെങ്കിൽ ഒരിക്കൽ കൂടി ഞാൻ ജയിക്കുമായിരുന്നു. 5 വർഷം കൂടി എറണാകുളത്തൊരു CPM MP ഉണ്ടാകുമായിരുന്നു. ആ അവസരം എനിക്ക് നിഷേധിച്ചു. പാർട്ടി പലരെയും രംഗത്തിറക്കി. ആ ലോക്സഭാ മണ്ഡലത്തിൽ അവിശ്വസനീയമായ രീതിയിൽ നാണക്കേടുണ്ടാക്കുന്ന ഭൂരിപക്ഷത്തിന് പാർട്ടി സ്ഥാനാർത്ഥികൾ ഒറ്റ അവസ്ഥയുണ്ടായി. ഈ എറണാകുളം പോലെ ഒരു കോൺഗ്രസ് കുത്തകയായിട്ടുള്ള മണ്ഡലത്തിൽ വിജയിക്കാനുള്ള ചില ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ടില്ല. വളരെ ലളിതമാണിത്. കാരണം കോൺഗ്രസിന്റെ കുത്തക എന്നൊക്കെ പറയുമ്പോഴും ജനങ്ങൾക്ക് സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥി വന്നാൽ ജനങ്ങൾ വോട്ട് ചെയ്യും. അത് 2009 ശേഷം അത് കൊടുക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് സീറ്റ് കൈവിട്ടുപോയത്. ഒരു പ്രത്യേക സമുദായത്തിന്റെ സ്ഥാനാർത്ഥി നിന്നാല് ജയിക്കുന്നൊരു ഒരു ചിന്താഗതി ഉണ്ട്.
അല്ല, അത് എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ടല്ലോ. നമ്മൾ പാർലമെന്ററി ഡെമോക്രസി എന്ന് പറയുമ്പോൾ പ്രാതിനിധ്യ സ്വഭാവത്തിലുള്ള ജനാധിപത്യമാണ്. അവിടെ എല്ലാ സമുദായങ്ങൾക്കും മതവിഭാഗങ്ങൾക്കും പ്രാതിനിധ്യം ഉണ്ടാകണം. ആ പ്രാതിനിധ്യം കിട്ടാവുന്ന അല്ലെങ്കിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം ലത്തീൻ കത്തോലിക്കരെ സംബന്ധിച്ച് എറണാകുളം. അതുകൊണ്ടാണ് അതിപ്പോ മലപ്പുറത്ത് അതിൽ പ്രവർത്തിക്കുന്നത്. അത് മുസ്ലിം സ്ഥാനാർത്ഥികളെ ജയിക്കുള്ളൂ. അല്ലെങ്കിൽ മറ്റ് ചില സ്ഥലങ്ങൾ നോക്കുമ്പോൾ തിരുവനന്തപുരം ചെല്ലുമ്പോൾ ഒന്നുകിൽ നായരായിരിക്കണം അല്ലെങ്കിൽ നാടാരായിരിക്കണം. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാ വിഭാഗങ്ങൾക്കും അവർക്ക് ഒരു പ്രാതിനിധ്യം ഉണ്ടാകണം എന്നുള്ളത്. അതുകൊണ്ട് എറണാകുളത്ത് പരമ്പരാഗതമായി കോൺഗ്രസ് ലത്തീൻ കത്തോലിക്കരെ നിർത്തി മത്സരിപ്പിച്ചു എന്നുള്ളത്. പക്ഷേ ഈ എറണാകുളത്ത് നിന്ന് തന്നെയാണ് വിശ്വനാഥ മേനോൻ ജയിച്ചത്. അപ്പോൾ ജാതി സമുദായം സമവാക്യങ്ങൾ മാത്രമല്ല, മറ്റു ചില പരിഗണനകൾ കൂടി പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ എറണാകുളം നിയോജകമണ്ഡലത്തിൽ നിന്ന് സ്ഥാനമാഷി ജയിച്ചില്ല. അത് പക്ഷേ അന്ന് റിബൽ കോൺഗ്രസിന്റെ അതിന്റെ കാരണങ്ങൾ എന്തായാലും ജയിച്ചല്ലോ. ലത്തീൻ കത്തോലിക്കർ മാത്രമേ ജയിക്കൂ എന്ന് പറയുമ്പോൾ അതിനുള്ള മറുപടിയാണ് വിശ്വനാഥ മേനോനും MK സാനുവും. അപ്പൊ രാഷ്ട്രീയം വന്നാൽ രാഷ്ട്രീയമാണ്. പക്ഷെ ഏത് അവസ്ഥയിലും ജനങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി വരണം. അത് പലപ്പോഴും കൊടുക്കാൻ LDFന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് അതുകൊണ്ട് കൂടിയാണ്